ഈ ഫാമിലിയിൽ ആരായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഗോകുലിന്റെ കഴിവുകളൊക്കെ തിരിച്ചറിഞ്ഞത്? എൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ് എനിക്ക് തോന്നുന്നു, ഞാനിങ്ങനെ ചെറുതായിരുന്നപ്പം ഇങ്ങനെ ഭജൻസ് അങ്ങനെയൊക്കെ പരിപാടിക്ക് പോകുമായിരുന്നു. അപ്പം ഒരു ചേട്ടൻ്റെ ഡോലക്കുണ്ട്. അപ്പം ആ ചേട്ടനെ കൊട്ടാൻ അനുവദിക്കാതെ ഞാനത് ഇപ്പോഴും ഇങ്ങനെ തട്ടി 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 ഒക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ചേട്ടൻ ആ സാധനം എനിക്ക് വീട്ടിൽ മേടിച്ചു തന്നു. അവിടെ ഉണ്ടായിരുന്നൊരു ചേട്ടനാണ്. അപ്പം അന്ന് എന്തോ ഒരു മ്യൂസിക്കിലേക്കൊരു ചെരിവുണ്ടെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിലെ ടൂറ് പോകുമ്പം ബസ്സിൽ ഇങ്ങനെ മൈക്കിലൊക്കെ അവർ പാട്ട് പാടില്ലേ, അപ്പോൾ ഒരു അങ്കിള് തന്നെ, ആ അങ്കിള് തന്നെ എപ്പോഴും പാടണം. അപ്പം അങ്കിള് കുറച്ചൊരു സീനിയർ ആയിട്ടുള്ള അങ്കിളാണ്. അപ്പം ആരും അങ്ങനെ ആ പുള്ളിയുടെ അങ്ങനെ മൈക്ക് ചോദിക്കത്തില്ല. ഞാൻ ചെറുതല്ലേ, ഞാൻ എല്ലാം തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് പാടും. അതൊരു 4 വയസ്സ് ഉള്ള സമയത്ത്. അപ്പം അച്ഛനമ്മയ്ക്ക് ഒരു ഫീൽ അടിച്ചു, എന്തോ പാട്ട് പാടാൻ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന്. അങ്ങനെ പഠിപ്പിക്കാൻ വിട്ടു. ഡിവോഷണൽ സോങ്സ് ഒക്കെ പാടാൻ ഇഷ്ടമാണോ? ഡിവോഷണൽ സോങ്സ് പാടാൻ ഇഷ്ടമാണ്. അതിനൊരു ഫ്ലേവർ കുറച്ചും കൂടെ മാറിയാണല്ലോ. അപ്പോൾ നമുക്ക് പാടുമ്പോൾ ചിലപ്പോൾ ഭക്തി അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ പാടുന്ന കേൾക്കാനൊരു രസമുണ്ട്. അപ്പം അങ്ങനെ പാടാൻ ഇഷ്ടം. ദയാ കരോ ഗുരുനാഥ കൃപ കരോ ഗുരുനാഥ ദയാ കരോ ഗുരുനാഥ കൃപ കരോ ഗുരുനാഥ ഭോഗേന്ദ്ര യോഗേന്ദ്ര ഗുരുനാഥ ഭോഗേന്ദ്ര യോഗേന്ദ്ര ഗുരുനാഥ ശ്രീരാമനാമ സിദ്ധാന്ത ഗുരുനാഥ ശ്രീരാമനാമ സിദ്ധാന്ത ഗുരുനാഥ ദയാ കരോ ഗുരുനാഥ കൃപ കരോ ഗുരുനാഥ. ഡിവോഷണൽ സോങ്സ് പാടുമ്പോ എന്താ തോന്നാറ്? വേറെ തന്നെ ഒരു ഫ്ലേവർ ആന്ന് പറഞ്ഞു, മനസ്സിലായി. എന്താ തോന്നാറ്? അത് പാടുമ്പോ എന്താ എനിക്ക് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയാനറിയില്ല. പക്ഷെ എന്തോ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടും അത് പാടുമ്പോൾ. പ്രത്യേകിച്ച് ഇത് നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പാടുമ്പോൾ ആൾക്കാർ ഇതിന് ഏറ്റുപാടൽ ഉണ്ട്. അപ്പോൾ ഒരാൾ പാടുമ്പോൾ ബാക്കി എല്ലാവരും ഏറ്റുപാടുന്നു, പിന്നെ വീണ്ടും പാടും. അപ്പം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഇപ്പൊ ഒരു നോർമൽ പഴയ ഗോകുൽകുമാർ എന്നതിലുപരി ഒരു ഫെയിം ആയിട്ടുള്ള ഒരാളാണ്. എങ്ങനെയാണ് അപ്പൊ ഈ പഴയ ഗോകുലും ഇപ്പോഴത്തെ ഗോകുലും തമ്മിലുള്ള ഡെയിലി റുട്ടീൻസിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഏയ്, ഒരു മാറ്റമില്ല. പഴയ ഗോകുൽ തന്നെയാണ് പുതിയ ഗോകുല്. പക്ഷെ അത് ആൾക്കാർക്ക് അറിയാവുന്നതേ ഉള്ളൂ. സെയിം ഇത് തന്നെ, പണ്ടത്തെ പോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഈ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് ആളുകൾ ചിലപ്പോൾ നമ്മളെ ജഡ്ജ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ആളുകള് ഗൂഗിളിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്ന് ഗൂഗിൾ വിചാരിക്കുന്ന കാര്യം എന്തായിരിക്കും? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാട്ടായിരിക്കാം, ചിലപ്പോ നമ്മളെ ആക്ഷൻസ് ആയിരിക്കാം, ആറ്റിറ്റ്യൂഡ്സ് ആയിരിക്കാം. അങ്ങനെ ആളുകള് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്ന് ഗൂഗിൾ വിചാരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഈയിടെ എന്തോ നമ്മളെന്തോ ഷോ കഴിഞ്ഞിട്ട് രാത്രി ഗുരുവായൂർ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര കോവിഡോ പനിയോ എന്തോ ഉള്ള സമയത്താണെന്ന് തോന്നുന്നു. പനിയുടെ എന്തോ. അപ്പൊ നമ്മളെല്ലാം മാസ്ക് ഇട്ടിട്ടാ പോയെ. പിന്നെ അതുപോലെ ഗുരുവായൂരെല്ലാം പോയി രാത്രി ഒരു പുലർച്ചെ 3 മണി സമയമാണ്. അപ്പൊ എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് പോയി. നമ്മളെന്തോ ചായ കുടിച്ച് നിൽക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നു ആരോ പരിചയപ്പെടാൻ എന്തോ വന്നിരുന്നു. അപ്പൊ ആ പുള്ളി ഇങ്ങോട്ട് വന്ന് സംസാരിച്ചുമില്ല. അപ്പൊ നമുക്ക് അവരെ അറിയത്തില്ലല്ലോ. അപ്പൊ നമ്മൾ മൈൻഡ് ചെയ്യാതെ നമ്മളെ ചായ കുടിച്ച് നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാനെന്തോ ഒരു പോസ്റ്റ് ഇട്ടപ്പോ അതിന്റെ താഴെ ഇവൻ ഭയങ്കര ജാടയാണ്, ഇവൻ നമ്മളെ കണ്ട മൈൻഡ് ചെയ്യില്ല എന്നൊക്കെ. അപ്പം ചിലപ്പോൾ അങ്ങനെ മിസ്റീഡ് ചെയ്യാറുണ്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാർ. നമ്മുടെ ഒരു നമ്മളെങ്ങനെയാണോ ഇപ്പൊ നമ്മളെ ആൾക്കാരെ അറിയുന്നുണ്ട് ഇല്ല എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ചെല്ലുന്നു, നമ്മളെങ്ങനെയാണോ അങ്ങനെ തന്നെ ബിഹേവ് ചെയ്യുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കുറച്ചൊരു ജാടയാണെന്നൊക്കെ ഇങ്ങനെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ എങ്ങനെയാണോ അതുപോലെ തന്നെ. പക്ഷെ നമ്മളിങ്ങനെ ആൾക്കാരെ അറിയപ്പെടുന്ന ഒരു ആളാകുമ്പോൾ എല്ലാവരും കണ്ടിങ്ങനെ ഒരു പ്രസന്റബിൾ ഫേസ് വെക്കണം എന്നുള്ളത് ഞാൻ ചിലപ്പം വിട്ടുപോകും. അപ്പം അതിന്റെ ഭാഗമായിട്ട് കുറച്ച് പേര് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതാണ് അതിന്റെ റീസൺ. ശരിക്കും അങ്ങനെ ജാടില്ലാത്ത ആളാണോ? ജാട ഉണ്ടാവേണ്ട ആവശ്യമില്ല. അതിന് തക്ക ഉള്ളൊരു കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താണ് ഗൂഗിളിന്റെ ഡെഫിനേഷൻ ഓഫ് സക്സസ് എന്ന് പറയുന്നത്? നമ്മൾ ഡെഫിനറ്റ്ലി നമുക്ക് ഇഷ്ടമുള്ളൊരു ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ ആദ്യം ചൂസ് ചെയ്യണം. അതൊരു ലെവൽ ഓഫ് സക്സസ് ആണ്.
അതിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും ബെസ്റ്റ് ഒരു ഇൻഹിബിഷൻ ഇല്ലാതെ നമ്മൾ എല്ലാ റൂട്ട്സിലും ശ്രമിച്ച് ഇപ്പം നമ്മളൊരു പാട്ടുകാരനാന്നും പറഞ്ഞ് മ്യൂസിക് ഡയറക്ടേഴ്സ് ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരോടും ഇങ്ങനെ പോയി ചോദിച്ച് ഇതാണ് എൻ്റെ പാട്ട്, ഞാൻ ഇങ്ങനെയാണ് ഞാൻ സൗണ്ട് ചെയ്യുന്നത്, എല്ലാവരെയും ഇങ്ങനെ അറിയിച്ചിട്ട് നമ്മളെല്ലാം അത്ര ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ സക്സസ്ഫുൾ ആയി. ബാക്കി കിട്ടിയോ കിട്ടാതിരിക്കുന്നതൊക്കെ കിട്ടും. അത്ര നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. ഹാർഡ് വർക്കിൽ വിശ്വസിക്കുന്ന ആളാണ്. ഹാർഡ് വർക്കിലുപരി എല്ലാത്തിനും അതിൻ്റെ ഒരു സ്പേസ് കൊടുക്കണം. 24 മണിക്കൂർ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു നമുക്ക് ഈ പറയുന്ന പോലെ ഫെയിലിയർ പോലും നമ്മൾ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പം ഹാർഡ് വർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക, ചില്ല് ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കേണ്ട സമയത്ത് അത് ചെയ്യുക, എല്ലാം ചെയ്യുക. പക്ഷെ നമ്മുടെ ഒരു ഗോളിൽ ഫോക്കസ്ഡ് ആയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അറിഞ്ഞിരിക്കുക, സെൻസിബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അതെ, ഗൂഗിളിന്റെ ഏറ്റവും ഒരു മോശമായിട്ടുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു ലോവസ്റ്റ് പോയിന്റിൽ ചേർത്ത് പിടിച്ചിട്ടുള്ളത് ആരാണ്? എല്ലാം ശരിയാടാ, ഓക്കെ ആടാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫാമിലി ആയിരിക്കാം. മനസ്സിലായി, പേരൻസ് തന്നെയാണ്. പേരൻസും പിന്നെ ഒരു പരിധി വരെ എനിക്കിങ്ങനെ വോയിസ് ഇടയ്ക്ക് ഭയങ്കരമായിട്ട് പോവും. ഇപ്പൊ ശ്വാസങ്ങൾ ഉണ്ടാകുന്ന സമയത്താണെങ്കിലും അതിന് മുമ്പാണെങ്കിലും എനിക്കൊരു പെർട്ടിക്കുലർ ഒരാൾക്കൊരു കൈൻഡ് ഓഫ് സ്റ്റൈൽ ഓഫ് സിംഗിങ് ഉണ്ടായിരിക്കും. അപ്പം ഞാൻ എല്ലാം കൂടി ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് ചിലപ്പം വോയിസ് പോകുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഭയങ്കര നിരന്തരമായിട്ട് അച്ഛനമ്മ ഇങ്ങനെ ടോർച്ചർ ചെയ്യും, അമ്മ എൻ്റെ സൗണ്ടില്ല അങ്ങനെയൊക്കെ. അപ്പോൾ അവർ ചെറുക്കെ, കാരണം അന്ന് ഞാൻ ഒന്നിലും പാടുന്നുമില്ല, പിന്നെ ഇവരെന്തിനാ പാടുന്നതെന്ന് ഇവർ ആലോചിച്ചിട്ടുണ്ടാവും. ഞാൻ ഇങ്ങനെ മുറിയിൽ അടച്ചിരുന്ന് വെറുതെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അത് ചിലപ്പോൾ ഒരു പരിധി വരെ ചിലപ്പോൾ അവർക്ക് കുറച്ച് അനോയിങ് ആയിട്ട് വരെ തോന്നിയിട്ടുണ്ടായിരിക്കാം. അത് പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരാളാവണമെങ്കിൽ ഞാൻ ഇന്ന് കിടന്ന് ഇങ്ങനെ പാടണം എന്നുള്ളൊരു തോട്ട് എനിക്കുള്ളത് കൊണ്ട് ഞാൻ ത്രൂ ഔട്ട് ഇങ്ങനെ പാടുമായിരുന്നു. അങ്ങനെ അതിന്റെ ഫലമായിട്ട് എൻ്റെ വോയിസ് പോയി. അപ്പൊ ഒക്കെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും അവിടുത്തെ ഡോക്ടേഴ്സും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ അതിലുപരി എന്റെ പേരൻസും അവരെന്നെ വോയിസ് സ്ട്രെയിൻഡ് ആയി, പാടാൻ തീരെ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ എനിക്കാണെങ്കിൽ പാടാതിരിക്കാനും പറ്റത്തില്ല, വോയിസ് റെസ്റ്റ് എടുക്കാനും പറ്റത്തില്ല, ഞാൻ വീണ്ടും പാടിക്കൊണ്ടിരിക്കും. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കര ലോ ആവും, കാരണം എല്ലാവരും പാടുന്നു, എനിക്കാണെങ്കിൽ പാടാൻ പറ്റുന്നില്ല, കുറച്ച് പാടി തന്നെ തൊണ്ട പോകുന്നു. ആ സമയത്തൊക്കെ പേരൻസ് ആണ് സപ്പോർട്ട് നിന്നിട്ടുള്ളത്. നീ കുറച്ച് റെസ്റ്റ് എടുക്കുക, കുറച്ചു നേരം മിണ്ടാതിരിക്കുക, അപ്പൊ ശരിയാവും. അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ ശരിയായിട്ടുണ്ട്. അപ്പൊ അവരായിരുന്നു ഒരു സപ്പോർട്ട് സിസ്റ്റം. ഇപ്പൊ ഗൂഗിളിനെ പോലെ ഒരുപാട് ചെറുപ്പക്കാരികള് ഈ ഒരു ഫീൽഡിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. ഇപ്പൊ ഇതുപോലെ ഒരു ഐഡിയ സ്റ്റാർ സിംഗർ പോലെയോ അല്ലാതെ ഒരു പ്ലാറ്റ്ഫോം ഒക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. ചില ആളുകൾക്ക് ഗൂഗിൾ നേരത്തെ പറഞ്ഞു, എനിക്ക് ആദ്യ ഓഡീഷന് പോയപ്പോൾ കിട്ടിയില്ല, പിന്നീടാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഇതുപോലെ കുറച്ച് പോയി പിന്നെ മനസ്സ് മടുക്കുന്ന ആളുകളെല്ലാം ഉണ്ടാവും. അങ്ങനത്തെ ഒരു ആളുകളോട് ഇതൊരു എക്സ്പീരിയൻസ് ചെയ്ത ആള് എന്ന നിലയിൽ എന്താ പറയാനുള്ളത്? അങ്ങനെയുള്ള ആൾക്കാരോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടിലേക്ക് അല്ലെങ്കിൽ ആർട്ടിനോട് ട്രൂത്ത്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്നതിൽ 100% കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക, അത് പ്രസന്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ കിട്ടിയില്ലാതെ എന്തെങ്കിലും ഇപ്പൊ ഞാൻ ചിലപ്പോൾ സ്റ്റാർസിംഗറിൽ വന്നു അല്ലെങ്കിൽ ഈ പാട്ട് പാടി, ഇതൊന്നും ഇപ്പൊ കിട്ടാത്ത ആളായിരിക്കും നാളെ അല്ലെങ്കിൽ മറ്റന്നാള് ഭയങ്കരമായിട്ട് ഹിറ്റാവുന്നത്. അയാൾ ചിലപ്പം ഇത്രയും വർഷങ്ങൾ കൊണ്ട് വീട്ടിലിരുന്ന് പാട്ട് പഠിച്ച് അല്ലെങ്കിൽ എഴുതി അതിൻ്റെ ഒരു പ്രോസസ്സിലായിരിക്കും. ഇപ്പോഴത്തെ കാലഘട്ടം അറിയാലോ, ഒരു പാട്ട് ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിടിച്ചാൽ കിട്ടില്ല. അപ്പം അതുവേണ്ടി അങ്ങനെ നമ്മൾ നിരാശപ്പെടരുത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. കീപ് ട്രൈങ്, ഏതെങ്കിലും ഒരു പ്രാവശ്യം ഹിറ്റാവും. അതുകൊണ്ട് അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോ ഗൂഗിൾ തുടരുമെന്ന സിനിമയിൽ പാടിയതിനു ശേഷം ആളുകൾ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്ന ഒരു സോങ്ങും ഒരു വോയിസും കൂടിയാണ്. പിന്നെ അടുത്തൊരു പാട്ട് പാടുമ്പോൾ ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടാവില്ലേ? അപ്പൊ ഗൂഗിൾ ഇങ്ങനെ തോന്നാറുണ്ടോ, എനിക്ക് എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനൊക്കെ ഒരു തോന്നാറുണ്ടോ? അങ്ങനെ ഞാൻ ഇപ്പോഴാണ് ആലോചിക്കുന്നത്. അല്ല, ഡെഫിനറ്റ്ലി നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്താൽ ഇനി അടുത്ത പാടുള്ളൂ. അപ്പം അങ്ങനെ ഒരു ടെൻഷനൊന്നും ഇല്ല, അങ്ങനെ പറ്റട്ടെ. ഏത് ലാംഗ്വേജിൽ പാട്ട് പാടുന്നതാണ് കുറച്ചുകൂടെ ഇഷ്ടം അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നാറുള്ളത്? എല്ലാം കംഫർട്ടബിളാണ്. ഹിന്ദിയിലാണെങ്കിൽ ചില പാട്ടുകൾ ഇഷ്ടമാണ്, തമിഴില് ചിലത് കംഫർട്ടബിൾ ആണ്, മലയാളത്തിൽ കംഫർട്ടബിൾ ആണ്. ഇപ്പൊ ഹരിഹരൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്തു. ഇനിയിപ്പോ ഗൂഗിളിന് ആഗ്രഹമുള്ളത് ആർട്ടൂടെ ഒക്കെ വർക്ക് ചെയ്യണമെന്നാണ്. മനസ്സിലുണ്ടാവില്ലേ, എനിക്ക് ഇവരുടെ കൂടെ വർക്ക് ചെയ്താൽ കൊള്ളാം, ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയാൽ അടിപൊളിയായിരിക്കും, അങ്ങനെ ആരാണുള്ളത്? അങ്ങനെ എനിക്ക് വിദ്യാജിയുടെ ഒരു പാട്ട് പാടിയ കൊള്ളാമെന്നുണ്ട്. പിന്നെ അതുപോലെ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ബിജി ബാൽ സാറിന്റെ പാട്ട് ഒരെണ്ണം പാടിയ കൊള്ളാമെന്നുണ്ട്. പിന്നെ AR റഹ്മാൻ, ഇളയരാജ, അങ്ങനെയൊക്കെ കുറെ ഉണ്ട്. പക്ഷെ എന്നാലും ചെറിയൊരു ആഗ്രഹം പോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. ഇളയരാജ സാറിന്റെ ഒരു പാട്ട് പാടാൻ പറ്റും? ശ്വാസങ്ങൾ പാടിയൊരു പാട്ട് തന്നെ പാടാം.
ചിന്നത്തായവൾ തന്തരാസാവേ മുള്ളിൽ തോன்றிய സിന്നരോസാവേ ചിന്നത്തായവൾ തന്തരാസാവേ മുള്ളിൽ തോன்றிய சின்னரோசாவே சொல்லவாரோ நம் சொந்தங்கள் யார் யாரோ உந்தன் கையில் ஏண்டா நேரோ சின்னத்தாயவள் தந்தராசாவே മുള്ളിൽ തോன்றிய സിന്നരോസാവേ. ഭാവിയിൽ പാട്ട് കമ്പോസ് ചെയ്യാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? ഡെഫിനറ്റ്ലി നമുക്കൊരു സ്വന്തമായിട്ടൊരു ഒറിജിനൽ ഒക്കെ ഇറക്കിയാൽ കൊള്ളാന്നുണ്ട്. അപ്പൊ അതിന്റെ എഴുതിയിട്ട് പാട്ട് എഴുതിയിട്ട് പാട്ട് എഴുതാൻ എനിക്ക് പറ്റുമെന്ന് അറിയില്ല. ഡെഫിനറ്റ്ലി ഒരു ട്യൂൺ എന്തായാലും ഉണ്ടാക്കും. അതിപ്പോ വേറൊരു ലിറിക്സ് അസിസ്റ്റിനെ വെച്ച് എന്റെ ഒരു തീം പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിച്ചാൽ കൊള്ളാന്നുണ്ട്. അപ്പം അതിന്റെ ട്യൂൺ വേഗം തന്നെ വരും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ കൂടുതലും ആളുകൾ ഫോക്കസ് ചെയ്യുന്ന റാപ്പ് സോങ്സിലൊക്കെയാണ്. അപ്പൊ പക്ഷെ അതിന്റെ ഇടയിൽ ഇതുപോലത്തെ തുടരും പോലത്തെ ഒരു സോങ്സ് കുറെ കാലത്തിന് ശേഷം കിട്ടുന്ന ഒരു മെലഡി പോലത്തുള്ള സോങ്സ് ആണ്. അപ്പോൾ അങ്ങനെ വിചാരിക്കാറുണ്ട്, ഈ ഹുക്കൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഭയങ്കര ഫാസ്റ്റ് നമ്പേഴ്സ് അല്ലാത്ത ഒരു സോങ് മലയാളത്തിന് വേണം, അങ്ങനൊക്കെ ആഗ്രഹം തോന്നുന്നുണ്ടോ? അങ്ങനത്തെ പാട്ടും നമുക്ക് വേണം. അല്ല, എല്ലാ തരത്തിലുള്ള പാട്ടുകളും വേണം. എനിക്ക് തോന്നുന്നത് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ പൊതുവെ സിനിമകളിൽ എനിക്ക് തോന്നുന്നു പാട്ടുകൾ കുറഞ്ഞു വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം പാട്ട് ആസ് സച്ച് ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറി തുടങ്ങി. സിനിമകളിൽ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, 1-2 പാട്ടുകളൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ, കൂടുതലും മോസ്റ്റ് ഓഫ് ദ ഫിലിംസിൽ. അപ്പം ഒറിജിനൽസ് ഇറക്കുമ്പം എല്ലാ തരത്തിലുള്ള പാട്ടുകളും ഉണ്ടാകും. ഇപ്പം റാപ്പ് സോങ്സിന് ഇപ്പം ആ ഒരു റാപ്പ് കൾച്ചർ ഈയിടെ പോപ്പുലർ ആയതുകൊണ്ട് ഇതിങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. മറ്റേത് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട് മെലഡീസ് ഒക്കെ നല്ലത്. അപ്പൊ എല്ലാ തരത്തിലുള്ള പാട്ടുകളും വേണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫിലിംസിൽ ഈ പാട്ടുകൾ കുറഞ്ഞു പോകുമ്പോ എന്താ തോന്നുന്നത്, അല്ലെങ്കിൽ എന്താ പറയാനുള്ളത്? അങ്ങനെ കുറയ്ക്കരുത് നമുക്ക്. അല്ല, കുറയ്ക്കരുത് എന്നുള്ളത് അത് വേണമെങ്കിൽ പറയാം. ഇൻ കേസ് ഇപ്പം നമുക്ക് വേറൊരു സംഭവം കൂടെ ഉണ്ട്, അതായത് നമുക്ക് സ്വന്തമായിട്ട് പാട്ട് ഇറക്കാം അല്ലെങ്കിൽ ഒറിജിനൽ ഇറക്കാം. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. സിനിമകളിൽ ഡെഫിനറ്റ്ലി പാട്ടുകൾ വേണം. കാരണം ആ പാട്ട് ലൈക്ക് സിനിമയുടെ ഒരു സിറ്റുവേഷൻ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാട്ട്. പിന്നെ ഇപ്പം പ്രൊമോഷനായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പാട്ട് ആദ്യം ഇറക്കി വിടുമ്പോൾ ഹിറ്റായി കഴിഞ്ഞാൽ ആൾക്കാർ സിനിമ കാണും. അപ്പം അങ്ങനെ നോക്കുമ്പം പാട്ടുകൾ കുറഞ്ഞു വരുന്നുണ്ട്, എന്നാലും അത് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സും ഉണ്ട്, എല്ലാം ഉണ്ട്. പാട്ടുകൾ കുറഞ്ഞു എന്നുള്ള പേരിൽ എനിക്കങ്ങനെ ഈ പറയുന്ന പോലെ ഞാനൊരു പ്ലേ ബാക്ക് സിംഗർ മാത്രമാവണം എന്നുള്ളൊരു ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അതും പാടിയാൽ കൊള്ളാം. പക്ഷെ റാപ്പ് സോങ്സ് പാടാൻ താല്പര്യമുണ്ട്. റാപ്പ് സോങ്സ് പാടാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പറ്റണ്ടേ? പറ്റുമായിരിക്കും. ഞാൻ അങ്ങനെ ഒരു ട്രൈ ചെയ്തിട്ടില്ല റാപ്പ് അങ്ങനെ. പക്ഷെ ഡെഫിനറ്റ്ലി എനിക്ക് അങ്ങനെ ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ ട്രൈ ചെയ്ത് നോക്കാം. അത്ര മോശമൊന്നും ആവില്ലായിരിക്കും. നമ്മളെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് മുന്നേ ഗൂഗിളിൽ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാറുള്ളത് സന്തോഷമായിട്ടിരിക്കുക. ഇപ്പൊ കൊറോണയൊക്കെ വരുന്നത് കേട്ടു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. പാട്ടുകളൊക്കെ കേട്ട് വീട്ടിൽ തന്നെ മാക്സിമം പാട്ട് കേട്ട് സേഫ് ആയിരിക്കുക. പാട്ടുകളൊക്കെ കേൾക്കുക, പാട്ടുകൾ പാടുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അവസാനമായി ഒരു പാട്ട്, വൈൻഡ് അപ്പ് സെഷന്റെ ഒരു പാട്ട്. ലഗ് ജാഗലേ കി ഭേഡ് ഹസീ രാത് ഹോ ന ഹോ, लग जा गले की भिड़ हंसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो. താങ്ക് യു ഗോകുൽ. താങ്ക് യു സോ മച്ച്. വിലപ്പെട്ട കുറേ സമയം നമ്മളുടെ കൂടെ പാട്ട് പാടി. താങ്ക് യു ഫോർ ദാറ്റ്. പിന്നെ ഇപ്പൊ തുടങ്ങിയ ബാൻഡ് ലൈവ്, അത് എല്ലാവിധ ആശംസകളും. ഒരുപാട് ഷോസ് ഒക്കെ ആയിട്ട് അതിന് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഒരുപാട്
സിനിമകളിൽ ഇനിയും പാടാൻ അവസരങ്ങൾ ലഭിക്കട്ടെ. താങ്ക് യു. താങ്ക് യു.